നമുക്കേ കൂന്തൽ ഒന്ന് ഫ്രൈ ചെയ്താലോ? ഇതാ കൂന്തൽ ഞാനിങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞൊക്കെ എടുക്കണം. അപ്പം എന്താ പറയാ, നിങ്ങളും ഇതുപോലെ തന്നെ കിട്ടുമ്പോ ഒക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല അടിപൊളി ഒരു ടേസ്റ്റില് ഫ്രൈ ചെയ്തെടുക്കാം. കൂന്തൽ റോസ്റ്റ് ഉണ്ട്, ഒരുപാട് ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ ചെയ്യുന്നത് കൂന്തൽ ഫ്രൈ എങ്ങനെയാണെന്ന് നോക്കാം. കൂന്തലിന്റെ ആ കളയാനുള്ള സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വട്ടത്തില് ഒന്ന് മുറിച്ചെടുക്കണേ. ഒരേ കനത്തിലൊക്കെ അരിയാണെങ്കിൽ ഭംഗിയൊക്കെ ഉണ്ടാവും വറുത്ത് കഴിയുമ്പോൾ. നേരിട്ട് മാവ് പരട്ടിയൊക്കെ വറക്കാം. പക്ഷെ പൊട്ടി തെറിച്ചിട്ട് നമ്മളിവിടെ നിൽക്കൂല. അതുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് ഫ്രൈ ആക്കാവേ. ഇത് നമ്മളെ അരിഞ്ഞെടുത്തിട്ടും 2-3 പ്രാവശ്യം കൂടെ ഒന്ന് കഴുകണം കേട്ടോ. എന്നിട്ട് നമ്മളിത് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. ചട്ടിയിലിട്ടിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാവേ. 1/4 സ്പൂൺ ഉപ്പും മതി, ഒരു 1/4 സ്പൂൺ മഞ്ഞപ്പൊടി, കുറച്ച് വെള്ളം, മൂടി വെച്ച് വേവിക്കും. നമ്മുടെ കൂന്തളെ ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റുള്ള വേവേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ വെള്ളം അങ്ങ് ഊറ്റി കളയാവേ. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് നമുക്കൊരു പാത്രം എടുത്തിട്ടേ ഇത് മിക്സ് ചെയ്യുന്ന സാധനങ്ങളൊന്ന് നോക്കാവേ. ഇതാ നമ്മുടെ ആദ്യം തന്നെ ഒരു 1.5 സ്പൂൺ കടലപ്പൊടി എടുത്തു. ഇത് നമ്മുടെ കോൺഫ്ലവർ ആണ്, അത് 1.5 സ്പൂൺ. 1.5 സ്പൂൺ അരിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി. ഇത് കണ്ടോ, ഒരു പിഞ്ച് കായം ഉണ്ട് കേട്ടോ, ഒരു പിഞ്ച് കായം, ഒരു 1/2 സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 സ്പൂൺ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം കൂടെ ഒരൊറ്റ തട്ട ഒന്ന് മിക്സ് ചെയ്യണേ. അതിനകത്തോട്ട് നമുക്ക് ഒരു മുട്ട കൂന്തലിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. പാകത്തിന് ഒരു 1/4 സ്പൂൺ ഉപ്പിട്ടു. ഇതാ ഒന്ന് മിക്സ് ചെയ്യാനുള്ള വെള്ളവും കൂടെ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്ത് ഒരു സാധനം കൂടെ ചേരാണ്ട്, നമ്മുടെ ചെറുനാരങ്ങ നീര്. ഇതാ ഒരു നാരങ്ങയുടെ നീരാണ്, അതും കൂടെ ഒഴിച്ചു കൊടുക്കും. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മുടെ കൂന്തളെല്ലാം ഇതിനകത്തോട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മളെ ഈ ബാറ്ററിനെ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കണേ. ഇനി വേറെ പണിയൊന്നുമില്ല, നമുക്ക് പൊരിച്ചെടുക്കുകയുള്ളൂ പരിപാടി. നമ്മളുടെ പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. വറക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു. നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് വെച്ചിട്ട് പെറുക്കിയിടാം. കുറച്ചൊരു കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാവേ. നമുക്കേ നമ്മുടെ കൂന്തളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണ്ടേ. അങ്ങനെ നമ്മുടെ കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരാവേ. നമുക്ക് അടുത്ത ബാച്ചും കൂടെ ഒന്നും ഉണ്ടാക്കാവേ. അങ്ങനെ നമ്മുടെ ഒരു
അടിപൊളി ഐറ്റം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് ഇത്രയൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങണമെങ്കിൽ എന്തുമാത്രം ക്യാഷ് ആവും അല്ലെ? അപ്പൊ അതിനെക്കാട്ടി ഭേദം എന്ത് ചെയ്യും, നമുക്ക് കുറച്ച് കൂന്തൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യാത്തവരൊക്കെ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. ഇത് നമുക്ക് ഒന്ന് കഴിച്ചും കൂടെ നോക്കണ്ടേ? ഞാൻ നോക്കിയാൽ നല്ല ചൂടുണ്ട്. ആണോ? നല്ല ടേസ്റ്റാ. പാകത്തിന് വേവായതുകൊണ്ട് റബ്ബർ പോലെയൊന്നും കിടപ്പില്ല. ഒരുപാട് നേരം വെന്തു പോയാൽ കൂന്തൽ റബ്ബർ പോലെയാവും. അപ്പം പാകത്തിനുള്ള വേവ് വരുന്നു. അടിപൊളി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.